വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇന്ന് ഉമ്മ ഇല്ല, ഉമ്മ പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം ഇന്ന് എനിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ 10 മണിക്ക് എണീക്കണ ഞാൻ ഇന്ന് 7 മണി 7:30 ആ ടൈം ആയപ്പോൾ എണീറ്റിട്ടുണ്ട്. സാധാരണ ഞാൻ എണീക്കുമ്പോൾ എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കേണ്ടി വന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നത്. എനിക്കാകെ ഉണ്ടാക്കാൻ അറിയുന്നത് ദോശയാണ്. അപ്പോൾ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഉപ്പിടാനുള്ള കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ടിട്ടില്ലെങ്കിലും കറിയിൽ ഉപ്പിടുമല്ലോ, അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാനും എൻ്റെ താത്താടെ കുട്ടിയും മാത്രം ഉണ്ടായിരുന്നുള്ളത് കഴിക്കാൻ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് അത് ഞങ്ങൾ സീനാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കലക്കാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു, കാരണം വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടായിരുന്നു കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് കുറച്ച് കട്ടിയുള്ളത് മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ കാര്യമാക്കിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇളക്കി സെറ്റാവുമെന്ന് വിചാരിച്ചു, കാരണം ഒന്നും കൂടെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ സെറ്റാവും എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി ദോശ ഉണ്ടാക്കി നോക്കിയിട്ട് കൊളാവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ എന്ന രീതിയിലായിരുന്നു കേട്ടോ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. നേരത്തെ നീറ്റുകൊണ്ടാണ് എൻ്റെ മൊന്ത ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ഈ ടൈമിൽ നീറ്റിട്ട് അത്ര ഇതില്ല, അതുകൊണ്ട് തന്നെ നല്ല ഉറക്കമുണ്ടായിരുന്നു. ഉറങ്ങി സെറ്റാക്കണം, ഇല്ലെങ്കിൽ എൻ്റെ മുഖം ഇതേമാതിരി തന്നെ ഇരിക്കും കുറച്ച് നേരത്തിന്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അടുപ്പത്ത് എണ്ണ ഒഴിച്ച പാട് കരണ്ടും പോയിണ്ടായിരുന്നു. ഞാൻ ദോശക്കല്ലിലല്ല ചുട്ടിട്ടുണ്ടായിരുന്നത് ദോശ. ഞങ്ങളുടെ അവിടെ പാൻ ഉണ്ട്, അപ്പോൾ അതിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചപ്പോൾ എന്തോ പൊട്ടണ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊക്കെ പേടിയായിട്ട് ഞാൻ വേഗം മാറ്റി പിടിച്ചതാണ്. ഇടയ്ക്കും മതിമേൽ ഉണ്ടാക്കണ കാണാറുണ്ട്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. ദോശ ഒഴിക്കണതിൽ ഞാൻ വലിയ എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ദോശ ഉണ്ടാക്കാൻ 2 കയ്യിൽ മാവൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും സെറ്റാവുന്നുണ്ടായിരുന്നില്ല, കാരണം ആ ഭാഗത്തുള്ള എല്ലാ ഓട്ടകളും ഫില്ല് ചെയ്യണം, അങ്ങനെയാണ് ദോശ ഉണ്ടാക്കുക. അപ്പം ഞാൻ ആ ഓട്ടുള്ള ഭാഗത്തൊക്കെ ഇതേമാതിരി തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ടും സെറ്റായിട്ടുണ്ടായിരുന്നില്ല ദോശ ഒഴിച്ചു നോക്കുമ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്, മാവിൽ നന്നായിട്ട് തിക്കായിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കട്ടിയിലാവും ദോശ വരാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് നൈസായാലും പ്രശ്നമാണ്, വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ദോശ എടുക്കാൻ കിട്ടൂല, അതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നേ, എന്നിട്ട് ഒന്നും കൂടെ കലക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു വിധത്തിന് അടുത്ത ദോശക്കുള്ള മാവ് ഞാൻ ഒരു വിധത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്, കാരണം നമുക്ക് അറിയാം അത് സെറ്റായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനെയാണ് ഈ ദോശ ഉണ്ടാക്കുമ്പോൾ. ചിലത് നല്ല വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക, തിക്കായാലും ഓവറായി തിക്കായിട്ടുണ്ടെങ്കിലും നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കാൻ പറ്റും. അങ്ങനെ ഈ ദോശ എന്താവും എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്, കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ, എങ്ങനെ ഉണ്ടാവും എന്ന് അറിയണമല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് കുറച്ച് നേരം പിടിച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് വരുള്ളൂ. അങ്ങനെ അത് സെറ്റായപ്പോൾ നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ അങ്ങനെ ആക്കിയതാണ് ഇത്. പക്ഷെ സെറ്റായിട്ടുണ്ടായിരുന്നില്ല, തിക്കായതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, കാരണം അത് നമ്മൾ ഫസ്റ്റ് ഒന്ന് ട്രയൽ നോക്കുന്നതാണ്, അതുകൊണ്ട് വലിയ സീനില്ല. രണ്ടാമത്തേതാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ രണ്ടാമത്തെ ദോശ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് വെന്ത് വരണ വരെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത് ഉണ്ടാവും എന്നുള്ളതിൽ, കാരണം ഞാനത് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലായിരുന്നു കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വേവുന്ന വരെ ഞാൻ കാത്തു നിന്നിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അതെടുത്തപ്പോഴാണ് എനിക്കൊരു സന്തോഷം തോന്നിയത്, കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് സാധനം സെറ്റായി വരുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്, അതാണ് എനിക്കപ്പോൾ തോന്നിയത്. അടുത്തത് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഞാൻ ഫുള്ള് കോൺഫിഡൻസിലായിരുന്നു, കാരണം ഒന്ന് സെറ്റായാൽ പിന്നെ അങ്ങോട്ട് ഫുള്ളും ആ ഫ്ലുവൻറ്റിൽ അങ്ങോട്ട് പോകും. അതുകൊണ്ട് അടുത്തത് ഒഴിക്കുമ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു. എനിക്കറിയാം അത് സെറ്റാവും എന്നുള്ളത്. ഒന്നാമത് ഉണ്ടാക്കുമ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണ്, നമ്മൾ പരിചയമില്ലാത്തൊരു പണി എടുക്കുമ്പോൾ ഫസ്റ്റ് ഇത് കേട് വരുമല്ലോ, അതേമാതിരി ആയിരുന്നു ഫസ്റ്റത്തെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ എല്ലാത്തിലും പറഞ്ഞ മാതിരി ഈ ദോശയിൽ ചില ഭാഗത്ത് ഇങ്ങനെ ഫില്ല് ചെയ്യാത്ത മാതിരി ഉണ്ടാവും, അപ്പോൾ നമ്മളിങ്ങനെ ഓരോ തുള്ളികളായിട്ട് ഇറ്റിച്ചു കൊടുക്കണം അവിടെ. അങ്ങനെ അത് സെറ്റാക്കി അങ്ങനെ അത് വെന്ത് വരുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ചായ വേണമല്ലോ ഇതിക്ക്, ഞാൻ ചായ കുടിക്കൂല, അപ്പോൾ ചായ കുടിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ
ചായ വേഗം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇനിയും പണിയെടുക്കുന്നുണ്ട്. ഇതിക്ക് കറി ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ വേഗം 3 കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. എളുപ്പം ഉണ്ടാക്കി കഴിയുന്ന പണി മുട്ട റോസ്റ്റാണ്. ദോശയ്ക്ക് അത് അടിപൊളി ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം കോഴിമുട്ട പുഴുങ്ങാൻ വെച്ച് എന്നിട്ട് അടുത്ത പണിക്ക് പോകാൻ നിൽക്കുകയായിരുന്നേ. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത കാരണം നല്ല പുല്ലൊക്കെ ആയിട്ടുണ്ട്. അപ്പം മുറ്റടിച്ചു വരാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. കാരണം ഞങ്ങളിവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആകെ അലങ്കോലമാവും. മുറ്റമൊക്കെ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. അങ്ങനെ അത് വൃത്തിയാക്കൽ മുറ്റടിച്ചോരൽ എനിക്ക് മഴത്ത് തീരെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ അടിച്ചോരി വൃത്തിയാക്കണമല്ലോ. അങ്ങനെ ആ ഭാഗങ്ങളും എല്ലാതും വൃത്തിയാക്കി. അതിൻ്റെ ഇടയിൽ നമ്മുടെ കോഴിമുട്ട അവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. മഴ പെയ്യുന്നത് ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മഴ പെയ്യുന്ന ടൈമിൽ മുറ്റടിച്ചോരാൻ ഉണ്ടാവില്ല. അത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റൊക്കെ കാണും ജാതി ഉണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മുട്ട റോസ്റ്റിക്ക് ഇനി നമുക്ക് ഉള്ളി വേണമല്ലോ. അതിന് ഉള്ളി അരിയാനിരുന്ന് അപ്പോഴാണ് TV കാണാമെന്നുള്ളൊരു ഇത് തോന്നിയത്. കാരണം ബോറടിച്ചിട്ട് ഇങ്ങനെ ഒരു പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പോൾ TV ഇട്ടിട്ട് ഉള്ളി അരിയായിരുന്നു. പിന്നെ TVക്ക് നോക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കൈ മുറിയും ആ TVക്ക് നോക്കിയിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ കത്തിയാണെങ്കിൽ ഭയങ്കര മൂർച്ചയുള്ള കത്തിയാണ്. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നേ. ഉള്ളി അരിയുമ്പോൾ കണ്ണെരിയാറുണ്ട്. അപ്പം ഞാൻ ചെയ്യാറ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി അരിഞ്ഞിട്ട് കഷ്ണാക്കിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ വെക്കും. എന്നിട്ട് അതിന് ശേഷമാണ് എടുത്തിട്ട് മുറിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ണത്ര എരിയാറില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ആദ്യമൊക്കെ ഞാൻ ഡയറക്റ്റായിട്ട് എടുത്ത് മുറിക്കുമ്പോൾ നന്നായിട്ട് കണ്ണെരിയാറുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇത് കാരണം ആയതുകൊണ്ട് തന്നെ നല്ല സിനിമകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ TV-യിൽ. ഞാൻ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്ന തല്ലുമാല സിനിമയായിരുന്നു. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് കേട്ടോ അത്. അങ്ങനെ അത് ഇരുന്ന് കേൾക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അങ്ങോട്ട് നോക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കേട്ടിട്ടായിരുന്നു ഞാൻ അതൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റായപ്പോൾ ഞാൻ വേഗം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഉള്ളിക്ക് പച്ചമുളകെല്ലാം മുളകും പൊടിയും ഉപ്പും അതുപോലെ തന്നെ ഗരം മസാലയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ആദ്യം തന്നെ പറയാം, ഞാനൊരു കുക്കിംഗ് വിദഗ്ധയല്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന രീതിയിലായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ സെറ്റായപ്പോൾ ഇനി ഇതിലേക്ക് മുട്ട ഇടണമല്ലോ. ഇത് മുട്ട റോസ്റ്റ് ആണല്ലോ. അപ്പം ഞാൻ വേഗം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട 2 കഷ്ണമാക്കിയിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒന്നാകെ ഇടാണെങ്കിൽ അത് പെട്ടെന്ന് കഴിയും. 2 കഷ്ണമായിട്ടുണ്ടെങ്കിൽ അത് കുറേ ഉള്ളത് മാതിരി തോന്നും. പിന്നെ താത്താടെ കുട്ടീനെ നമുക്ക് പറ്റിക്കും ചെയ്യാം. എനിക്ക് 2 മുട്ട കൊടുത്തെന്ന് പറഞ്ഞിട്ട് പറ്റിക്കും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ പറയാം, മുട്ട റോസ്റ്റ് ഇങ്ങനെയല്ല ഉണ്ടാക്കുക. പക്ഷെ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ്. കുറ്റം പറയാനും ആരുമില്ല. ഇത് തിന്നാനും ഞങ്ങൾ രണ്ടാളുമാണുള്ളത്. അതുകൊണ്ട് വേറെ സീനൊന്നുമില്ല. അങ്ങനെ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം രാവിലത്തെ പരിപാടിയൊക്കെ തട്ടിക്കൂട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ദോശയും നമ്മുടെ മുട്ട റോസ്റ്റും കൂട്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് തല്ലുമാല സിനിമ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നേ. ഒരു തല്ലുമാല സിനിമ കഴിയണ വരെയും ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് ദോശ കഴിഞ്ഞിട്ടും ഞാൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കാരണം കുറച്ച് നേരം ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി കുറച്ച് നേരം റെസ്റ്റ്, എന്നിട്ടേ അടുത്ത പണി ഞാൻ നോക്കുള്ളൂ. അങ്ങനെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. താത്താടെ കുട്ടി ഇതിൻ്റെ ഇടയിൽ മദ്രസ വിട്ട് വന്നിട്ട് അവനും ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് എനിക്ക് ഉണ്ടാക്കാമായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഒന്നും ഉണ്ടാക്കണ്ടെന്ന്. പിന്നെ എനിക്ക് വിശന്നാൽ ഞാൻ എന്ത് കാട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം വീട്ടിൽ ചേന ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് വെട്ടിയിട്ട് അതിന്മേൽ മസാല ഒക്കെ ചേർത്തിട്ട് വേഗം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഒരു നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ പൊരിക്കൂലേ, അതേമാതിരി ചേന എടുത്തിട്ട് പൊരിച്ചിട്ടുണ്ട്. തീ കൂടിയോണ്ട് തന്നെ പെട്ടെന്ന് കരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ എല്ലാം സെറ്റാക്കി എടുത്ത്. കാരണം ഞാൻ മാത്രം കഴിക്കാനുള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി. അങ്ങനെ അച്ചാറും അതുപോലെ തന്നെ ചേന പൊരിച്ചതും പിന്നെ പുളി കൊണ്ട് ഞാൻ എന്തോ ഒരു സാധനം ഉണ്ടാക്കി, ചമ്മന്തി എന്ന് പറയാം. അങ്ങനെ അതും ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഉച്ചയാകുമ്പോൾ ചോറ് കഴിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉണ്ട് കേട്ടോ. ഞാൻ എന്താണെങ്കിലും ഫോണിലൊന്നും ഇരുന്ന് കാണൂല. ഉച്ചയ്ക്ക് TV കണ്ടിട്ടേ ഞാൻ ചോറ് കഴിക്കാറുള്ളൂ. അതും ഒരു പഴയ സിനിമ ഒക്കെ ആണെങ്കിൽ അടിപൊളി ആസ്വദിച്ച് ഞാൻ കഴിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ സിനിമ ഒക്കെ ഇട്ടിട്ട് TVയും കണ്ട് ചോറ് തിന്നത്. ലൈഫ് എത്ര അപ്ഡേറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചോറ് തിന്നുമ്പോൾ ആ TV കണ്ടിട്ട് തിന്നുന്ന ഫീല് വേറെയാണ്. അതും നല്ലൊരു സിനിമ കണ്ടിട്ട്. എനിക്കിപ്പോൾ നല്ലൊരു സിനിമ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ടേ ഞാൻ ചോറ് തിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നല്ലൊരു സിനിമ കിട്ടിയപ്പോഴാണ് പിന്നെ ഞാൻ ചോറ് തിന്നാൻ തുടങ്ങിയത്.
അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ തട്ടിമുട്ടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.